ഇന്നിപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് നല്ല സൂപ്പർ പഴങ്കഞ്ഞിയാണേ. രാവിലെ ഇതിപ്പോൾ കഴിക്കാൻ കാരണമെന്ന് വെച്ചാൽ നല്ല ചൂടല്ലേ, അപ്പോൾ ഇതൊക്കെ രക്ഷയുള്ളൂ. അതുമാത്രമല്ല, ഈ പഴങ്കഞ്ഞി കഴിക്കുമ്പോഴേക്കും ഉണ്ടല്ലോ ഒരു പ്രത്യേക എനർജിയും തോന്നും കേട്ടോ. പക്ഷേ ഇങ്ങനെ സ്കൂളിലൊക്കെ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ടീച്ചർ ഇങ്ങനെ പിള്ളേരോട് ചോദിക്കുവേ, എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ചോദിക്കും, എല്ലാവരും എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, രാവിലെ എന്താ പഴങ്കഞ്ഞിയായിരുന്നു എന്ന്. ശരിക്കും അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം പഴങ്കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ ഒരു എനർജറ്റിക് ഫീലാണ്. പക്ഷേങ്കിൽ അവരുദ്ദേശിക്കുന്നത് ഇങ്ങനെ ചത്തു കുത്തിയിരിക്കുമ്പോൾ ഇന്നെന്താ പഴങ്കഞ്ഞിയാണ് കുടിച്ചതെന്ന് ചോദിച്ച് പഴങ്കഞ്ഞി അപമാനിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അതെന്തായാലും പോട്ടെ, നമുക്കിന്ന് പഴങ്കഞ്ഞി കുടിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നലെ രാത്രിയിൽ ബാക്കി വന്ന ചോറെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ നല്ല പഴങ്കഞ്ഞി കുടിക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ കുറച്ച് പഴങ്കഞ്ഞി എടുത്തിട്ടുണ്ട്, കൂടെ കപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ. പഴങ്കഞ്ഞി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മസ്റ്റായിട്ടും കപ്പ വേണമല്ലോ. അപ്പോൾ കപ്പ എടുത്തു, പിന്നെ കുറച്ച് ഉപ്പ് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഉപ്പും വേണം. പിന്നെ തൈര്, നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്, നല്ല തണുത്ത തൈരാണേ. അതും പിന്നെ ഒരു പച്ചമുളക്, ഒരു 2 പച്ചമുളകും 2-3 ചുമന്നുള്ളിയും ഒക്കെ വേണം. കാന്താരി ആണെങ്കിൽ സൂപ്പറായിരുന്നു, പക്ഷേ എനിക്ക് കാന്താരി ഇല്ലാത്തതുകൊണ്ട് പച്ചമുളക് എടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഇതെല്ലാം കൂടി ഇങ്ങനെ ഞെരടി അങ്ങോട്ട് പൊട്ടിക്കണം കേട്ടോ. ആ മുളകും അതുപോലെ നമ്മുടെ ആ ഉള്ളി എല്ലാം കൂടി ഇങ്ങനെ നന്നായിട്ട് ഞെരടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് അച്ചാറും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ മാങ്ങാച്ചാറ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ നന്നായിട്ട് ഞെരടിയിട്ട് ഈ കഞ്ഞിയെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം കേട്ടോ, കൈ കൊണ്ട്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് മീൻകറിയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ കേട്ടോ. മീൻകറിയും അതിൻ്റെ ചാറും കൂടി ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ലതാണ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടത്തില്ലല്ലോ, പഴങ്കഞ്ഞിയുടെ കൂടെ കഴിക്കാനായിട്ട് ഇഷ്ടമില്ല. അപ്പോൾ ഇന്ന് എന്തായാലും മീൻകറിയൊന്നും നമ്മൾ എടുക്കുന്നില്ല, അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിക്കട്ടെ.